ടൊവിനോ തോമസ്, അനന്യ, വിനു മോഹൻ, സരയു എന്നിവർ ആദ്യം രാജി തീരുമാനത്തെ എതിർത്തു. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു. അമ്മ സംഘടനയിലെ കൂട്ടരാജിയിൽ തനിക്ക് വിയോജിപ്പുണ്ടെന്ന് നടി അനന്യയും സരയും പ്രതികരിച്ചു. ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കുമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. എക്സിക്യൂട്ടീവ് അംഗം സരയു മോഹൻ രാജിവച്ചിട്ടില്ലെന്നും ഇപ്പോഴും നിർവാഹക സമിതി അംഗമാണെന്നുമാണ് പ്രതികരണം. കോലാഹലങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മോഹൻലാൽ രാജിവെച്ചതെന്നും സരയു ഒരു മാധ്യമത്തോട് പറഞ്ഞു. അമ്മ ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തു വന്നു. അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണെന്നും നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. അതേസമയം അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജി തീരുമാനം ആലോചിച്ചെടുത്തതെന്ന് നടനും അമ്മ വൈസ് പ്രസിഡന്റുമായിരുന്ന ജയൻ ചേർത്തല പറഞ്ഞു. രാജി സംബന്ധിച്ച് പലവട്ടം മോഹൻലാലുമായി സംസാരിച്ചു. ധാർമ്മികത കണക്കിലെടുത്താണ് രാജിവച്ചൊഴിഞ്ഞത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂട്ടരാജിയെ ന്യായീകരിക്കില്ലെന്നാണ് നടൻ അനൂപ് ചന്ദ്രന്റെ പ്രതികരണം. ആരോപണ വിധേയരെ മാത്രം മാറ്റുന്നതിന് പകരം കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുന്നതിന് പിന്നിലെ കാരണം മനസ്സിലാവുന്നില്ലെന്നും അനൂപ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത്. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത്. താരസംഘടനയായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.